ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് തക്കാളി ദോശയാണ്. അതിന് ഞാൻ ഒരു കപ്പ് ഫുള്ളായിട്ട് പച്ചരി, നല്ല പച്ചരി എടുത്ത് നന്നായിട്ട് ഒരു 4-5 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി ഞാനതൊരു ഒന്നൊന്നര മണിക്കൂർ കുതിരാനായിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളതാണ്. വളരെ ഈസി മെത്തേഡാണ്. പിന്നെ 2 തക്കാളി, മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ എടുത്ത് വെച്ചിരുന്നത്. അതിന് ഞാൻ ഒരു പച്ചമുളകും കൂട്ടി മിക്സി ജാറിൽ, വലിയ ജാറിലിട്ട് അരയ്ക്കാനായിട്ട് എടുക്കുന്നുണ്ട്. നന്നായിട്ട് അരയ്ക്കണം. ഇത് വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഒരു 1/2 സ്പൂൺ മുളക് പൊടി ഇട്ടു. പിന്നെ ഉപ്പ് ആവശ്യത്തിനുള്ള ഇട്ടു. ഒരു പച്ചമുളക് ഇട്ടതുകൊണ്ടാണ് ഞാൻ 1/2 സ്പൂൺ മാത്രം മുളക് പൊടി. ഒരു കളർ കിട്ടാനും അത് നല്ല ഒരു ഉപകാരമായിരിക്കും. അതാണ് നന്നായിട്ട് മഷി പോലെ അരച്ചതാണ്. ഇപ്പം ഞാൻ ആ കുതിർത്ത് വെച്ച പച്ചരി എടുത്ത് അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു 75%-80% അരച്ചാൽ മതി. ഒത്തിരി അങ്ങ് നൈസാക്കണ്ട. എന്നാൽ വെള്ളം ഒഴിച്ച് പിന്നെ അരയ്ക്കാം കേട്ടോ ഫ്രണ്ട്സ്. അതിലേക്ക് ഞാൻ ചുമന്ന ഉള്ളി അല്ലെങ്കിൽ സവാള, അത് കുറച്ച് ഒരു മീഡിയം സൈസ് ഉള്ളി എടുത്താൽ മതി. സവാളയാണെങ്കിൽ അതൊന്ന് അരിഞ്ഞ് ചെറുതായിട്ടിട്ടു. പിന്നെ ഞാൻ കരിവേപ്പില നല്ലപോലെ അരിഞ്ഞിട്ടിട്ടുണ്ട്, കുറച്ചധികം തന്നെ. ഇതൊക്കെ അതിൽ നന്നായിട്ട് ഫ്ലേവർ കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് കരിവേപ്പിലയൊക്കെ എടുക്കുന്നത്. പിന്നെ ഒട്ടും ഒഴിച്ചുകൂടാൻ ഇതിനകത്ത് പാടില്ലാത്തതാണ് നമ്മളെ മല്ലിയില. ഈ മല്ലിയില ഒഴിവാക്കിയിട്ട് ഇത് ഉണ്ടാക്കാനായിട്ട് നിൽക്കരുത്. അതിൻ്റെ ടേസ്റ്റ് തന്നെ ഈ തക്കാളിയും മല്ലിയിലയും കൂടെ ചേരുമ്പോഴാണ് ആ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഞാൻ ഈ മല്ലിയില ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കാറില്ല. ഇത് നല്ല ലൂസായിരിക്കണം ഈ മാവ്. എന്നിട്ട് ഇത് ഒഴിക്കുന്ന രീതിയും കുറച്ച് വ്യത്യാസമാണ്. ഇങ്ങനെ വേണം ഒഴിക്കേണ്ടത്. നടുക്കൊഴിച്ചിട്ട് നമ്മളിങ്ങനെ ആക്കി കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അതുകൊണ്ട് ഈ മെത്തേഡിൽ തന്നെ ഒഴിക്കണം. ഇത് ഇങ്ങനത്തെ ഈ ലിക്വിഡായിട്ടുള്ളതെല്ലാം ദോശ, ഇപ്പോൾ റവ ദോശ ആണെങ്കിലും എല്ലാം ഈ രീതിയിൽ. തക്കാളി ദോശയുടെ ഭംഗിയുണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് ക്രിസ്പി ആയിട്ട് എങ്ങനെ വന്നിരിക്കുന്നുണ്ടോ, ആ കളറ് കണ്ട. അതാണ് തക്കാളി ദോശയുടെ സ്പെഷ്യാലിറ്റി. ഇതാ നല്ല തേങ്ങാ ചമ്മന്തി ഇത്തിരി കട്ടിക്കരച്ചെടുത്തതാണ്. ഒരു ലൂസാക്കി ദോശയുടെ കൂടെ എടുത്ത് കഴിക്കണമല്ലോ, ആ ഭാഗത്തിൽ ഒന്ന് ലൂസാക്കി എടുത്ത്. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ഇതുപോലത്തെ ഞാൻ വളരെ വ്യത്യസ്തമായതും വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് വീട്ടിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ കുക്കിംഗ് ചെയ്യാനുള്ളതായിരിക്കും ഞാൻ ഷെയർ ചെയ്യണത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.